Welcome to Semester 3 Complementary Electronics, and we are seeing breakdown devices. And today we see DIAC and SCS. DIAC and SCS. DIAC we have seen today the class is two topics, two devices, DIAC and SCS. This is breakdown device, and in this chapter, the last topic is DIAC and SCS, two devices. DIAC is comparatively simple compared to TRIAC. ടെർമിനൽ ഒന്ന് കുറയും. ഡയാക് ഇസ് എ 2 ടെർമിനൽ 3 ലെയർ. ഇവിടെ 2 ടെർമിനലുകൾ. ട്രാക്കിനാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ആനോഡ് 1 ഉണ്ട്, ആനോഡ് 2 ഉണ്ട്, ഗേറ്റ് ഉണ്ട്. ഇവിടെ 2 ടെർമിനൽ, 2 ആനോഡ് മാത്രമേ ഉള്ളൂ. ഡയാക് ഇസ് എ 2 ടെർമിനൽ 3 ലെയർ ബൈഡയറക്ഷണൽ ഡിവൈസ്. 2 ദിശയിൽ കണ്ടക്ഷൻ. ദിസ് ക്യാൻ ബി സ്വിച്ച്ഡ് ഫ്രം ഓഫ് ടു സ്റ്റേറ്റ് ടു ഓൺ സ്റ്റേറ്റ് ഫോർ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പൊളാരിറ്റി ഓഫ് ദി സപ്ലൈ വോൾട്ടേജ്. സപ്ലൈ വോൾട്ടേജിൻ്റെ 2 പൊളാരിറ്റിയും പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കണ്ടക്ട് ചെയ്യും. ബൈ ഡയറക്ഷണൽ ഡിവൈസാണ്, പക്ഷേ 2 ടെർമിനലേ ഉള്ളതിന്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് ഡയാക്. ഇതാണ് ഡയാക്കിൻ്റെ സിമ്പൽ. ഇത് ഒരു PNP ട്രാൻസിസ്റ്റർ പോലെ തന്നെയാണ്. PNP എന്ന് നമുക്ക് വായിക്കാൻ താഴോട്ട്. ആദ്യത്തെ പിയുടെ കൂടെ ഒരു N1 ഉണ്ട്, രണ്ടാമത്തെ പിയുടെ കൂടെ ഒരു N2 ഉണ്ട്. ആദ്യത്തെ P1 നിന്ന് നമ്മൾ ആനോഡ് 1 എടുക്കും, രണ്ടാമത്തെ P2 താഴെയുള്ള P2 നിന്ന് നമ്മൾ അടുത്ത ആനോഡ് എടുക്കും. ആനോഡ് 1ഉം ആനോഡ് 2. ഇതാണ് സിമ്പിൾ. ആ സിമ്പിൾ നോക്കുക. അവിടെ ഗേറ്റ് ടെർമിനൽ നോക്കിയാൽ കാണില്ല. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഇതാണ്. ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ ഡയാക് ഈസ് സിമിലർ ടു എ BJT ട്രാൻസിസ്റ്റർ. ദ ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് ദർ ഇസ് no base terminal or gate terminal, we can say. No base terminal. അങ്ങനെ എഴുതിയാലും മതി. There is no base terminal in case of DIAC. അതായത് ട്രാക്ക് ഉള്ളതുപോലെ ഗേറ്റ് ടെർമിനൽ, ഗേറ്റാണല്ലോ ബേസിൻ്റെ ആക്ഷൻ കാണിക്കുന്നത്. അത്തരം ഒരു ടെർമിനൽ ഡയാക്കിലില്ല. ഇത് ടെർമിനൽസ് ഓഫ് ദി ഡയാക് ആർ ടേക്കൺ ഫ്രം ദ 2 P regions ഓഫ് സിലിക്കൺ. 2 P നിന്നാണ് എടുക്കുന്നത്. ദാറ്റ് ആർ സെപ്പറേറ്റഡ് ബൈ N region. The concentrations are identical in all layers to give the device symmetrical properties. Symmetrical property കിട്ടുന്ന രീതിയിലാണ് ഇത് നമ്മൾ ഡോപ്പ് ചെയ്തിരിക്കുന്നത്. അടുത്ത VI ക്യാരക്ടറിസ്റ്റിക്സ്. VI എന്ന് വേണം കേട്ടോ. V⁻I എന്നോ V-I എന്നോ ഒരു I മിസ് ചെയ്തിട്ടുണ്ട്. അത് എഴുതി ചേർക്കുക. VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയാക്. അത് നമ്മൾ നേരത്തെ കണ്ട ഗ്രാഫുകൾ തന്നെ. അപ്പുറത്തും ഇപ്പുറത്തും സൈക്കിൾ കിട്ടുന്നതാണ്. കുറച്ച് ഭാഗം കട്ട് ഓഫ് ചെയ്യുക. അപ്പോൾ ആ ഗ്രാഫ് നോക്കുക. ഇതാണ് VI ക്യാരക്ടറിസ്റ്റിക്സ്. അതിൻ്റെ VBO എന്നുള്ള ട്രിഗറിംഗ് വോൾട്ടേജ് ഒരു 2 സൈഡിലും കാണിച്ചിട്ടുണ്ട്. ലെഫ്റ്റിലും റൈറ്റിലും കാണിച്ചിട്ടുണ്ട്. അവിടെ വെച്ചാണ് കണ്ടക്ഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വേവ് ഫോമെല്ലാം കിട്ടുന്നത് കുറച്ച് മോഡിഫൈ ചെയ്തിട്ടാണ് വേവ് ഫോം കിട്ടുക. അപ്പോൾ എക്സാക്സിൽ V, Y-ആക്സിൽ I. റൈറ്റിലേക്ക് VF, മേപ്പോട്ട് IF എന്ന് എഴുതാം, കീഴോട്ട് IR എന്ന് എഴുതാം, എടുത്തിട്ട് ഇവിടെ VR എന്ന് എഴുതാം, അല്ലെങ്കിൽ -V എന്ന് കാണിച്ചാൽ മതി. ഈ പടം അങ്ങ് അതുപോലെ കാണിച്ചാൽ മതി. ഇപ്പോൾ 2 ഡയറക്ഷനിലും അല്ലെങ്കിൽ 2 ബയസിലും 2 സൈക്കിളും കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് ഈ രൂപത്തിൽ പടം വരയ്ക്കണം. ആ VBO പ്രത്യേകം കാണിച്ചിരിക്കണം. അവിടെ വെച്ചാണ് കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. From IV or VI characteristics of a DIAC for the applied voltage less than IBU, അതാണ് ട്രിഗർ വോൾട്ടേജ്. എ സ്മോൾ ലീക്കേജ് കറണ്ട് IBU ഫ്ലോസ്. അത് വളരെ ചെറിയ കറണ്ടായിരിക്കും. പ്രാക്ടിക്കലി നെഗ്ലിജിബിൾ. ഫ്ലോസ് ത്രൂ ദി ഡിവൈസ് അണ്ടർ സച്ച് കണ്ടീഷൻസ് ദ DIAC ബ്ലോക്സ് ദ കറണ്ട് ഫ്ലോ ആൻഡ് ആക്ട്സ് ആസ് an open circuit. The voltage VBO is the breakover voltage, trigger voltage. Its value ranges from 30 volt to 50 volt. ഇതിൻ്റെ ഈ VBO ഒരു 30 വോൾട്ട് മുതൽ 50 വോൾട്ട് വരെ വരാം. ആ വോൾട്ട് വന്നാൽ ഇത് കണ്ടക്ട് ചെയ്യുള്ളൂ. ഗ്രാഫ് പ്രത്യേകം വരച്ചു കൊള്ളാം. അതായത് ഏകദേശം ട്രാക്കിന് ഗ്രാഫ് പോലെ. ഓപ്പറേഷൻ ഓഫ് ഡയാക്കിൻ്റെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ പോയിൻ്റ് ഇതാണ്. The amount of voltage required across the terminals of the DIAC to move it on is called breakover voltage, VBO. breakover voltage ആണ് VBO എന്ന് കേട്ടോ. IBO അല്ല VBO. അവിടെ I ആണ് V ആക്കണം.
Once the DIAC is made on, the only way to switch it off is to reduce the current to zero by isolating it from the supply. അപ്പോൾ ഒന്ന് ഡയാക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഓഫ് ചെയ്താൽ ഈ ഡയാക്ക് ഓഫ് ആവുകയുള്ളൂ. കറണ്ട് സീറോ ആക്കിയാൽ ഡയാക്ക് ഓഫ് ആവുകയുള്ളൂ. When the upper voltage is equal to or greater than the breakdown voltage, the DIAC starts to conduct and the voltage drop across it and the voltage across it becomes a few volt. വോൾട്ടേജ് കുറഞ്ഞ് കണ്ടക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ വോൾട്ടേജ് കുറയും. ആപ്ലിക്കേഷൻ ഡയാക്കിൻ്റെ ഉപയോഗം. ഇപ്പോൾ ഡയാക്ക് ഉപയോഗിക്കുന്ന സ്ഥലത്തെല്ലാം ഡയാക്ക് കുറേ സ്ഥലത്തൊക്കെ ഉപയോഗിക്കാം. DIACs are primarily used in the triggering circuits of a track. അപ്പോൾ ട്രാക്ക് വർക്ക് ചെയ്യാനായിട്ട് ഉള്ള വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടി ഡയാക്ക് ഉപയോഗിക്കാറുണ്ട്. ലാമ്പ് ഡിമ്മർ സർക്യൂട്ട്സ് അത് ട്രാക്കിൽ ഉപയോഗിക്കാറുണ്ട്. ഹീറ്റ് കൺട്രോൾ സർക്യൂട്ട്സ് സ്പീഡ് കൺട്രോൾ ഓഫ് യൂണിവേഴ്സൽ മോട്ടോഴ്സ് സ്പീഡ് കൺട്രോളായിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് ട്രാക്ക് ഉപയോഗിക്കുന്നതാണ്. ഇനി അടുത്തൊരു ഡിവൈസാണ് SCS. നമ്മൾ SCR പഠിച്ചു. SCR വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SI ആണ്. ഇതൊരു ഷോർട്ട് ആൻസറായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കാണ്. SCS അതിൻ്റെ ഫുൾ ഫോം സിലിക്കൺ കൺട്രോൾഡ് സ്വിച്ച് എന്നാണ്. സിലിക്കൺ കൺട്രോൾഡ് സ്വിച്ച് അത് ഈ ബ്രേക്ക് ഡൗൺ ഡിവൈസുകളിൽ നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് ഡിവൈസാണ് SCS. ഷോർട്ട് ആൻസറാണ്. സിലിക്കൺ കൺട്രോൾഡ് സ്വിച്ച് SCS. അപ്പോൾ അതിൻ്റെ സിമ്പിൾ ഓപ്പറേഷൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ആപ്ലിക്കേഷൻസ് പറയുകയാണ്. Silicon controlled switch SCS, like the SCR, is a unilateral 4-layer 3-junction PNPN device. ഒരു PNPN സിലിക്കൺ ഡിവൈസാണ്. 3 ടെർമിനലുണ്ട്. 3 ടെർമിനൽ ട്രയാക്ക് പോലെ. പിന്നെ ലെയർ 4 ഉണ്ട്. 4 ഇലക്ട്രോഡ്സ് ഡിവൈസ് വിത്ത് 4 ഇലക്ട്രോഡ്സ് 4 ഇലക്ട്രോഡാണ് ഇവിടെ. നെയിമിലി കാഥോഡ് C, കാഥോഡ് ഗേറ്റ് G, ആനോഡ് ഗേറ്റ് G1, ആനോഡ് ഗേറ്റ് G2 ആൻഡ് ആനോഡ് A. 4 ടെർമിനലായിട്ട് SCS നമ്മുടെ SCRന് 3 ടെർമിനലേ ഉള്ളൂ. ട്രാക്കിന് 3 ടെർമിനലേ ഉള്ളൂ. ഡയാക്കിന് 2 ഉള്ളൂ. ഇവിടെയാണെങ്കിൽ 4 ടെർമിനലുണ്ട്. അതൊക്കെയാണ് കാഥോഡ് ഗേറ്റ് G1, ആനോഡ് ഗേറ്റ് G2 ആൻഡ് ആനോഡ് A. ആ ഷോൺ ദി ഫിഗർ. ഇതാണ് ആ ഫിഗർ. ഈ SCS എന്ന് പറഞ്ഞാൽ PNPN ഡിവൈസാണ്. PNPN ഡിവൈസ് ടോപ്പിൽ കാണിക്കുന്ന പിയിൽ നിന്ന് ആനോഡ് എടുക്കും. താഴെ കാണിക്കുന്ന എന്നിൽ നിന്ന് കാഥോഡ് എടുക്കും. മുകളിൽ നിന്ന് രണ്ടാമത്തെ ഇതിലാണ് നമ്മൾ ആനോഡ് ഗേറ്റ് G1 എന്ന് പറയുന്നത്. താഴെ പിയിൽ കാഥോഡ് ഗേറ്റ് G2 എന്ന് പറയും. അപ്പോൾ നോക്കി 4 ടെർമിനൽ ഒരു PN ജംഗ്ഷനാണ് നമ്മളെ സർക്കിളിനകത്ത് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഗേറ്റ് എടുക്കുന്നത് 2 സ്ഥലത്തു നിന്നാണ്. ഒരു ആനോഡ് ഗേറ്റ് പിയിൽ നിന്നെടുക്കും, ഒരു കാഥോഡ് ഗേറ്റ് എല്ലിൽ നിന്നെടുക്കും. ആ മുകളിൽ കാണുന്ന പോലെ ആ പടം കണ്ടില്ല. ആ ഗേറ്റുകളെടുക്കുന്ന രീതിയാണ്. ഒരു PN ജംഗ്ഷൻ പി മുകളിലും താഴെയാണ്. അതിലാണ് ഗേറ്റുകൾ കണക്ട് ചെയ്യുന്നത്. In fact, the silicon controlled switch is a low power device. ഒരു low power device ആണ് compared to the SCR. It handles currents in milliamperes rather than amperes. മില്ലിയാംപിയറിലുള്ള കറണ്ടാണ് കൈകാര്യം ചെയ്യുന്നത്. SCS differs from an SCR in the following aspects. അപ്പോൾ നമുക്ക് in fact the silicon controlled switch SCS is a low power device compared with the SCR. It handles currents in milliamperes rather than amperes. SCS differs from an SCR in the following aspects. ഇനി പറയുന്ന കാര്യങ്ങളാണ് മാറിയിരിക്കുന്നത് SCRൽ നിന്ന്. It has an additional gate, the anode gate. അപ്പോൾ ഇത് അഡ്വാൻറ്റേജ് കൂടിയാണ്. ഈ പറയുന്നത് SCSൻ്റെ അഡ്വാൻറ്റേജാണ് SCRനൊക്കെ അപേക്ഷിച്ച്. അപ്പോൾ അഡ്വാൻറ്റേജസ് ആയിട്ട് ഇത് പഠിക്കാവുന്നതാണ്. It has an additional gate, the anode gate. It is physically smaller than SCR. It has a smaller leakage and holding currents than SCR. It needs small triggering signals. ചെറിയ ട്രിഗറിങ് സിഗ്നൽ മതി. 30 വോൾട്ടൊന്നും വേണ്ട. It gives more uniform triggering characteristics from
sample to sample. The basic structure and schematic sample of silicon control switch are shown in the figure. നമ്മുടെ മുകളിൽ ചെയ്യുന്ന പടം തന്നെയാണ്. ഇതാണ് എൻ്റെ പടം. അതൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. The basic symbol and schematic symbol, basic structure PNPN. Basic structure and schematic symbol of silicon control switch are shown in the figure above. It may be fabricated by using either the ground junction technique or the planar technique. അതായത് നമ്മൾ ഈ IC ഗ്രോ ചെയ്യാൻ ചില മാർക്കുണ്ടല്ലോ, ആ ഗ്രോയിങ് ജംഗ്ഷൻ, പിന്നെ പ്ലേനാർ മെത്തേഡ്, അങ്ങനെ ടെക്നിക്കുണ്ട്. ആ ടെക്നിക്കൊക്കെ നമ്മൾ IC ഫാബ്രിക്കേഷനിൽ പഠിക്കുന്നതാണ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഇനി അടുത്തത് ഇതിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ VI ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പ്രത്യേകം വരക്കുന്നില്ല, SCR തന്നെ വരച്ചാൽ മതി. The VI characteristic of an SCS is essentially the same as those of SCR. SCRൻ്റെ പടം വരച്ചാൽ മതി, ഗ്രാഫ് വരച്ചാൽ മതി. As compared to an SCR, SCS has a much reduced off time. വളരെ കുറവ് ഓഫ് ടൈമാണ് ഇതിനുള്ളത്. Moreover, it has high control and triggering sensitivity. ഇതിൻ്റെ ട്രിഗറിങ് സെൻസിറ്റിവിറ്റി കൂടുതലാണ്. ആൻഡ് എ മോർ പ്രഡിക്റ്റബിൾ ഫയറിങ് സിറ്റുവേഷൻ. കൃത്യമായിട്ട് പറയാൻ പറ്റും ഏത് വോൾട്ടേജിലാണ് ഇത് ട്രിഗർ ചെയ്യുക, ഫയർ ചെയ്യുക എന്നത്. ആപ്ലിക്കേഷൻസ്. The more common areas of SCS applications are as under: in counters, register and timing circuits of computers. അതൊരു 3 ആപ്ലിക്കേഷനായിട്ട് പറയാവുന്നതാണ് പരീക്ഷയ്ക്ക്. കാരണം കുറച്ച് കോമൺ ആപ്ലിക്കേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും അവ എഴുതാവുന്നതാണ്. ഇത്തരം ഡിവൈസുകൾ എല്ലാത്തിനും മിക്കവാറും ഒരേ തരം ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഒരു 3-4 പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനാണ്, യൂസ് ക്വസ്റ്റ്യനാണ്. ഒരു കോമൺ ആപ്ലിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ എവിടെയും പ്രയോഗിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ തന്നെ എവിടെയും പറയുന്നത്. ഡയാക്കിനും ട്രയാക്കിനൊക്കെ പറയുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ് SCSനും പറയുന്നത്. SCR എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ദ മോർ കോമൺ areas of SCS applications are in counters, number 2 in registers, number 3 in timing circuits. അത് നമ്പർ 2 എന്നും നമ്പർ 4 ആയിട്ട് വരാൻ പറയാം. Pulse generators, in voltage sensors, in oscillators, etc. So there are various applications, number of applications for SCR. SCR can be used in places where SCS can be used in places where SCR is used. SCR ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം SCS ഉപയോഗിക്കാവുന്നതാണ്. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ നമുക്ക് ചോദിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഡിസ്ക്രൈബ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ കൺസ്ട്രക്ഷൻ ആൻഡ് ആക്ഷൻ ഓഫ് ഡയാക്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഷോർട്ട് ആൻസർ, എല്ലാം ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്ക്രൈബ് ദ കൺസ്ട്രക്ഷൻ ആൻഡ് ആക്ഷൻ ഓഫ് ഡയാക്. നമ്പർ 2, give the VI characteristics of DIAC. Explain SCS. Give a few applications of SCS. That is all with your 17th class. We continue with the next chapter. That is in the next class. Thank you very much.